ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഡ്രൈവർ നീലേങ്ങത്തി ഇല്യാസിനെ അകാരണമായി പിരിച്ചുവിട്ടതായി പരാതി. 2023 ഗവൺമെന്റ് ഓർഡർ പ്രകാരമേ നടപടിയെടുക്കാവൂ എന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജ് PV ആശ ഉത്തരവ് നൽകിയിട്ടും പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ സെക്രട്ടറി സമ്മതിക്കുന്നില്ലെന്ന് ഇല്യാസ് പറഞ്ഞു. സെക്രട്ടറിയുടെ നടപടിക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾക്ക് വീണ്ടും ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചോക്കാട് പഞ്ചായത്തിലെ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ കം അറ്റൻഡറായ ഇല്യാസിനെ അകാരണമായി പിരിച്ചുവിട്ടതായിട്ടാണ് പരാതി. അനിവാര്യഘട്ടത്തിൽ 2023 ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്ന് ട്രിബ്യൂണൽ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ട്രിബ്യൂണൽ ഉത്തരവ് പരിഗണിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് ഇല്യാസ് പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ താക്കോല് വാങ്ങിയിട്ട് മറ്റൊരു ഡ്രൈവർക്ക് ആ താക്കോല് കൊടുക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഇന്ന് വരെ ഒരു താൽക്കാലിക ജീവനക്കാരനായ ഒരു ഡ്രൈവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പാർട്ടി ഭരിക്കുന്ന ഭരണസമിതിയിൽപ്പെട്ട ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രവർത്തകരിൽപ്പെട്ട ഒരാളാണ്. ഇന്ന് നിലവിലുള്ള 2ാം വാർഡ് എന്ന് പറഞ്ഞ 4ാം വാർഡിൻ്റെ 8 വർഷത്തെ വാർഡ് പ്രസിഡൻ്റായിരുന്നു. ചോക്കാട് മേഖല INTUC ഡ്രൈവേഴ്സിൻ്റെ മേഖലാ പ്രസിഡൻ്റായി നിന്ന ആളാണ്. 90ഓളം വരുന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഈ കല്ലാമൂല ചോക്കാടുള്ള ഡ്രൈവർമാർക്ക് എൻ്റെ നേതാവായ VP ഫിറോസ് എന്ന് പറഞ്ഞ INTUC ഡ്രൈവേഴ്സിൽ നിന്നും കാർഡ് സംഘടിപ്പിച്ച് ഉണ്ടാക്കി കൊടുത്ത ഒരു ആളും പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ജോലി കിട്ടാണ്ടായ കാരണവും. ഇന്ന് എന്നെ ഇതിന്ന് പിരിച്ചുവിടാൻ വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്നെ പിരിച്ചുവിടലിൻ്റെ താക്കോല് വാങ്ങിക്കൊടുത്തത് ഞാൻ സാറിനോട് ചോദിച്ചു. സാർ, ഞാൻ എല്ലാ മെമ്പർമാരോടും പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കാരണം 2021 എനിക്ക് ട്രിബ്യൂണൽ കോടതിയുടെ വിധി, എനിക്കൊരു വിധി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ആ വിധി പ്രകാരം ഞാൻ എൻ്റെ അഡ്വക്കറ്റിനെ കാണാൻ വേണ്ടി ഞാൻ സാർ പോകും എന്ന് സെക്രട്ടറിയുടെ അനുമതി ഇവിടുന്ന് എല്ലാ മെമ്പർമാരോടും ഞാൻ പറഞ്ഞു. ഞാനിതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ പോകുന്നതിൽ ആർക്കെങ്കിലും വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്യാസ്ക എന്നാണ് പറഞ്ഞത്. ഞാൻ പോയി 16-ാം തീയതി എനിക്ക് കോടതിയിൽ നിന്നും ഒരു വിധി വന്നു. ആ വിധിയുടെ പകർപ്പ് നേരിട്ട് അവിടുന്ന് അഡ്വക്കറ്റ് അയച്ചിട്ടുണ്ട്. അത് കിട്ടിയെന്ന് സെക്രട്ടറിനോട് പറഞ്ഞു. ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തു. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നേരിട്ട് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇപ്പോഴും ഈ വിധി ഉണ്ടായിട്ടും സാറിനോട് ഞാൻ പറഞ്ഞ എൻ്റെ അഡ്വക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഡ്യൂട്ടിക്ക് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റാണ്. അതുകൊണ്ട് വാഹനം ഇപ്പം നിലവിലുണ്ടായിരിക്കെ നിങ്ങളടുത്ത് ചാവി തന്നിട്ടില്ലെങ്കിലും നിങ്ങളെ പിരിച്ചുവിടാതെ നിങ്ങളെ ഓഫീസ് അറ്റൻഡൻ്റായി നിങ്ങളെ ജോലി തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് കോടതിയുടെ വിധി എന്നെ അഡ്വക്കറ്റ് പറഞ്ഞു. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റിനോട് ധിക്കാരപരമായി പെരുമാറിയെന്നതിനാലാണ് ഡ്രൈവറെ മാറ്റിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ 8 വർഷമായി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഇല്ലാത്ത കഥയാണ് പ്രചരിപ്പിക്കുന്നതെന്നും വണ്ടൂരിൽ നടന്ന പാർട്ടി പരിപാടിക്ക് വാഹനം വിടാഞ്ഞതാണ് തനിക്കെതിരെ നീങ്ങാൻ കാരണമെന്നും ഇല്യാസ് പറഞ്ഞു. 2018 ഏപ്രിൽ 2-ാം തീയതി തൊട്ട് ഡെയിലി വേജസിന് ബോർഡ് തീരുമാനപ്രകാരം ഞാനിവിടെ ജോലിക്ക് കയറിയാണ്. ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഓയമാരില്ലാത്ത ദിവസങ്ങളിൽ അന്ന് 2018 2-4 മാസത്തിൽ തൊട്ടിട്ട് ഞാൻ ഇന്ന് വരെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോട് കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥന്മാരോടും തട്ടിക്കയറുകയോ ഇവിടെ എൻ്റെ ഡ്യൂട്ടിയുടെ സമയം നോക്കിയിട്ടുമല്ല ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ ഏകദേശം ഒരു 7 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ എൻ്റേതായ വാഹനം കഴുകൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ 9:30 മണിക്ക് ഞാൻ ഇവിടെ എത്തും. പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയം ഞാൻ 6 മണിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് മറ്റുള്ള നമ്മുടെ ഓഫീസുകളിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ആയിരിക്കും. ആ സമയത്ത് അവർക്ക് തുറന്നു കൊടുക്കാനും കൂട്ടാനും ഒക്കെ എന്നെയായിരുന്നു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് ജനുവരി 31-ാം തീയതി ഇവിടെ ക്ലർക്കായിരുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രേഖ എന്ന മാഡം ഇന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. 56 പ്രൊഫഷണൽ ടാക്സ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചത്. ജനുവരി 31-ന് ഇത് കൊടുത്തു തീർക്കണം സെക്രട്ടറിയുടെ പ്രത്യേക നിർദ്ദേശം ഇല്യാസ്ക. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നാളെ ഇത് ഏകദേശം ഒരു പകുതിയെങ്കിലും കൊടുത്ത് നിങ്ങളത് തീർക്കണം എന്ന് പറഞ്ഞ അതേ ദിവസം പ്രസിഡന്റിന് പാറൽ മമ്പാട്ടുമൂല സ്കൂളിൽ ഒരു യാത്രയപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നെടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് തിരിച്ച് പഞ്ചായത്തിൽ വന്ന സമയത്ത് എന്നോട്
ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ ടാക്സ് നോട്ടീസ് ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ഈ വിഷയവും തമ്മിൽ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് പോകാൻ വേണ്ടി പറഞ്ഞ ഈ സ്ഥലം അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതാണെന്നില്ല എനിക്ക് തോന്നി. എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് എന്നെ ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിച്ച ഈ വിഷയത്തിനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാഡം ദയവ് ചെയ്തിട്ട് നമ്മളൊരു രാഷ്ട്രീയ പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് പോകാം, ഞാനിതിന്ന് കൊടുത്തു തീർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹമെമ്പർ, എൻ്റെ ഒരു നേതാവാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് പാർട്ടിയുടെ വളയാണ് പിടിക്കണത്, അതെനിക്ക് ഓർമ്മ വേണം കേട്ടോ എന്നുള്ളൊരു ഭീഷണി സ്വരത്തിലുള്ള സംസാരം കൂടി സംസാരിച്ചു എന്നോട്. അതേസമയം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ കാണുന്നതിനും എഇയെ കാണുന്നതിനുമായി പോകുന്നതിനാണ് വാഹനം ഓടിക്കാൻ പറഞ്ഞതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. 8 വർഷമായി പഞ്ചായത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന നീലങ്ങത്ത് ഇല്യാസിനെതിരെ 2ാം തവണയാണ് പഞ്ചായത്ത് നടപടിയെടുക്കുന്നത്. ആദ്യ തവണ കോടതി നടപടിയിലൂടെയാണ് പഞ്ചായത്തിന്റെ പുറത്താക്കൽ നടപടിയിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. 2ാം തവണയും കോടതി നടപടിയിലൂടെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇല്യാസ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.